ഹായ് ഹലോ, ഞാൻ ലിൻഷി ഒഴികെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് മലക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ചടങ്ങാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള അകത്തുനിന്നുള്ള തൊഴിലും കാര്യങ്ങളും ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ശേഷമുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നാൻവിയും നൈനുവും ആദ്യമായിട്ടാണ് മാലയിടുന്നത്. കന്യാസ്വാമിമാരാണ്. ഒരു ഏജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാൻവി മോൾക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അധികം വൈകണ്ട ഈ മാസം, അതായത് മെയ് മാസത്തിലെ നട തുറക്കുന്ന സമയത്ത് തന്നെ പോകാമെന്ന് ഇവർ ആദ്യമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് തേങ്ങയ്ക്ക് ഉടച്ച് നേരെ ചിറുമക്കാവിലേക്ക് പോയി. ചിറുമക്കാവിൽ വെച്ചിട്ടാണ് ഇത്തവണ കെട്ടുന്നറിയുണ്ടായിരുന്നേ. അപ്പോൾ ഞാനും ലിൻഷിയും സ്കൂട്ടിയിൽ പോയി. കാരണം ഞങ്ങൾക്ക് തിരിച്ചിട്ട് വീട്ടിൽ പോകേണ്ടതാണല്ലോ. ബാക്കിയുള്ളവരൊക്കെ വണ്ടിയിൽ നേരെ അങ്ങ് മലക്ക് പോകുന്നതല്ലേ. ചിറുമക്കാവിൽ എത്തിയ സമയത്ത് നട ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. നട തുറന്നതിന് ശേഷം പായസമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പായസമൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും കെട്ടുന്നറിയുന്ന ചടങ്ങുകൾ തുടങ്ങാനായിട്ടുള്ള സമയം ഏകദേശം ആയിട്ടുണ്ടായി. പിന്നെ ഞങ്ങൾ എല്ലാവരും ചുറ്റും കസേരയൊക്കെ ഇട്ടിരുന്ന് കെട്ടുന്നറിയൻ്റെ ആ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ലിൻഷേൻ്റെ ബ്രദറിൻ്റെ മോളെ എൻ്റെ കൈമ കിട്ടിയ കേട്ടോ. പിന്നെ കുറച്ച് നേരം മോളെ കൂടിയിട്ട് വീഡിയോ എടുക്കലുണ്ടായിരുന്നു കേട്ടോ എൻ്റെ പണി. അങ്ങനെ കെട്ടുനിറ ചടങ്ങുകളൊക്കെ തുടങ്ങി. കന്യാസ്വാമിമാരായ നാൻവി മോളും നൈനൂട്ടനാട്ടോ ആദ്യം തന്നെ കെട്ടുനിറയൊക്കെ ചെയ്തത്. പിന്നെ എല്ലാവരും കൂടി കെട്ടുനിറയൊക്കെ ചെയ്തു. അതിൻ്റെ എല്ലാ വീഡിയോസൊന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കുറച്ചായിട്ടാട്ടോ ഇട്ടത്. 8 പേരാണ് ഇവർ പോയത്. വീട്ടുകാരെ കൂടാതെ നമ്മുടെ സ്വന്തം ബ്രദറിനെ പോലെ കരുതുന്ന നമ്മുടെ ടുട്ടുമോനുണ്ടായിരുന്നു. പിന്നെ ഒരു ഗുരുസ്വാമിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പോകാനായിട്ട്. സാധാരണ മണ്ഡല മാസത്തിലെ കെട്ടുന്നറിയും ആ ഒരു സമയത്തുള്ള അയ്യപ്പ ദർശനമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ വേറൊരു മാസങ്ങൾ ഇങ്ങനെ പോകുന്നത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. എന്താ പറയുക, അയ്യപ്പനൊക്കെ കാണാൻ പോകാമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇപ്പോൾ വിചാരിക്കുമ്പോൾ പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല അയ്യപ്പൻ്റെ ദർശനമൊക്കെ. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യമുള്ളവർക്കേ പോയിട്ട് കാണാൻ പറ്റൂ. വിചാരിക്കുമ്പോഴൊക്കെ കാണാമെന്നുള്ളത് അയ്യപ്പൻ വിളിച്ചിട്ട് നമുക്ക് പോയിട്ട് കാണുക, അങ്ങനെയുള്ള ഒരു ഇതല്ലേ നമുക്ക് മനസ്സിൽ വരിക. അങ്ങനെ പോകാൻ പറ്റുന്നവർ പോവുക, ഭഗവാനെ കാണുക, സന്തോഷത്തോടെ തിരിച്ചു വരിക, അതൊക്കെ അല്ലേ വേണ്ടത്. അങ്ങനെ എല്ലാവരും കെട്ടുന്നവരൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രസാദമൊക്കെ കഴിച്ച് ഇനി എല്ലാവരും കൂടി അമ്പലത്തിലൊക്കെ തൊഴുത് തേങ്ങയൊക്കെ ഉടച്ച് നേരെ പോവാട്ടോ ചെയ്യാം. ഇനി ഇവർ പോയിട്ട് വരുന്നവരെ ഒരു ആപത്തും കൂടാതെ തിരിച്ചെത്തണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന കൂടിയിട്ട് തന്നെയാണ് വീട്ടിലുള്ള നമ്മളും നിൽക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അമ്പലമൊക്കെ തൊഴുതു. ഇനി തേങ്ങയൊക്കെ ഉടച്ചിട്ട് ശേഷം നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവുക ചെയ്യുക. ഇവരെല്ലാം പോയി വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഒരാപത്തും കൂടാതെ നല്ല അയ്യപ്പൻ്റെ അടിപൊളി ദർശനമൊക്കെ കിട്ടിയിട്ട് തന്നെയാണ് കേട്ടോ തിരിച്ച് വന്നത്. നാൻവി മോൾ ഇച്ചിരി ഒന്ന് ബുദ്ധിമുട്ടിച്ചെന്ന് പറഞ്ഞു. ചെറിയ കുഞ്ഞല്ലേ, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ എടുത്തിട്ടൊക്കെ ആട്ടോ അയ്യപ്പൻ്റെ ദർശനമൊക്കെ കാണിച്ചു കൊടുത്തത്. പിന്നെ 18 പടി അത് നല്ല ഭംഗിയായിട്ട് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു പറഞ്ഞേ. അങ്ങനെ എല്ലാവരും കൂടി പോകുന്ന ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ നല്ല ചെറുനാരങ്ങൊക്കെ വണ്ടീൻ്റെ ടയറിൻ്റെ അടുത്തൊക്കെ വെച്ച് എന്നിട്ട് നല്ല ഐശ്വര്യത്തോടു കൂടി എല്ലാവരും കൂടി മടങ്ങാം കേട്ടോ. മഴേൻ്റെ ക്ലൈമറ്റ് ബുദ്ധിമുട്ടിക്കോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതും ഇവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇവരെ യാത്രയാക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.